PR ശ്രീജേഷിനെ ഇന്ത്യൻ ജൂനിയർ ഹോക്കി ടീമിന്റെ പരിശീലക സ്ഥാനത്ത് നിന്ന് മാറ്റിയതിൽ ഇന്ത്യ വിശദീകരണമായി ഹോക്കി ഇന്ത്യ രംഗത്ത് വന്നു. ശ്രീജേഷിനെ പുറത്താക്കിയതല്ല, കാലാവധി പൂർത്തിയായതാണെന്നും ഹോക്കി ഇന്ത്യ അറിയിക്കുന്നു. വിദേശ കോച്ചിനെ കൊണ്ടുവരാൻ തന്നെ പുറത്താക്കിയെന്നായിരുന്നു ഇതിഹാസ ഗോൾ കീപ്പറും മലയാളിയുമായ PR ശ്രീജേഷ് ആരോപിച്ചത്. അനിൽ വാസുദേവ് ഈ ആരോപണത്തിന്റെ പിന്നാമ്പുറം പരിശോധിക്കാൻ നമുക്കൊപ്പം ചേരുന്നു. ഗുഡ് മോർണിംഗ് അനിൽ. ശ്രീജേഷ് പറയുന്നതിൽ കാര്യമുണ്ടോ? ഗുഡ് മോർണിംഗ് എസ് കെ. നീ പറഞ്ഞതുപോലെ തന്നെ ശ്രീജേഷ് ഇന്ത്യൻ ഹോക്കിയിലെ ഒരു ഇതിഹാസ താരമാണ്. കഴിഞ്ഞ 2 ഒളിമ്പിക്സുകളിലും ഇന്ത്യയുടെ വെങ്കല മെഡൽ നേട്ടത്തിൽ ഇന്ത്യയുടെ നിർണായക കണ്ണിയാണ് PR ശ്രീജേഷ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ സ്ഥാനത്തെക്കുറിച്ചോ ഇന്ത്യൻ ഹോക്കിയിലെ അദ്ദേഹത്തിൻ്റെ ഒരു ഇതിനെക്കുറിച്ചോ ഒന്നും തന്നെ നമുക്ക് ഒരു കുറവും പറയാനില്ല. അദ്ദേഹത്തിൻ്റെ വിരമിച്ചതിന് ശേഷം അദ്ദേഹം തീരുമാനിച്ചത് വളർന്നു വരുന്ന തലമുറയ്ക്കായി എന്തെങ്കിലും ചെയ്യണമെന്ന ആഗ്രഹത്തോടു കൂടിയാണ് ശ്രീജേഷ് കോച്ചായി വരികയും അദ്ദേഹത്തെ ജൂനിയർ ഹോക്കി ടീമിൻ്റെ കോച്ചായി പരിഗണിക്കുകയും ചെയ്തത്. അദ്ദേഹം പരിശീലിപ്പിച്ച 5 ടൂർണമെൻറ്റിലും അതും ജൂനിയർ ഹോക്കി ലോകകപ്പിൽ അടക്കം മെഡൽ നേടാനായി. 10 വർഷത്തിന് ശേഷമാണ് ജൂനിയർ ഹോക്കി ലോകകപ്പിൽ ഇന്ത്യ ഒരു മെഡൽ നേടുന്നത്, വെങ്കല മെഡൽ നേടായിരുന്നു. അപ്പോൾ കായിക മന്ത്രി മൻസുഖ് മാണ്ഡവ്യ ഒക്കെ തന്നെ പറഞ്ഞത് 2036 തന്നെ ഒളിമ്പിക്സിൽ ഇന്ത്യയിൽ ഒളിമ്പിക്സിന് വേണ്ടി നമ്മൾ ശ്രമിക്കുന്നുണ്ട്. അപ്പോൾ ആ ഒളിമ്പിക്സിൽ ഇന്ത്യ മെഡൽ നേടണം, സ്വർണം നേടണം, അന്ന് ശ്രീജേഷ് വേണം, അതിൻ്റെ മുൻനിരക്കാരനായി വേണം എന്നൊക്കെ തന്നെ പറഞ്ഞതായിരുന്നാണ് ശ്രീജേഷ് പറയുന്നത്. പക്ഷേ വളരെ അപ്രതീക്ഷിതമായി ശ്രീജേഷിനെ മാറ്റുന്നു എന്നുള്ളതാണ്. അത് ഒരു ഇന്ത്യൻകാരനെ ഇന്ത്യൻ കോച്ചായി എന്താ പരിഗണിക്കില്ലേ, തനിക്ക് ഇത്രയും നേട്ടങ്ങൾ കൊണ്ടുവന്നാൽ പോരെ എന്നൊക്കെയാണ് ശ്രീജേഷ് വലിയ ആരോപണമായി ഉന്നയിക്കുന്നത്. പക്ഷേ ശ്രീജേഷിന് അതുപോലെ തന്നെ ഇത്തരം വലിയ വിഷമത്തോടു കൂടി ശ്രീജേഷ് പറയുന്നത് ഇതോടുകൂടി തൻ്റെ കോച്ചിങ് കരിയർ ഇവിടെ തീർന്നു എന്ന് താൻ കരുതണോ എന്നൊക്കെ തന്നെ പറഞ്ഞുകൊണ്ടാണ് ഇന്നലെ ശ്രീജേഷിൻ്റെ ഒരു പോസ്റ്റ് വന്നത്. അതിന് പിന്നാലെയാണ് ഹോക്കി ഇന്ത്യയുടെ വിശദീകരണം വരുന്നത്. ഹോക്കി ഇന്ത്യ പറയുന്നത് ശ്രീജേഷിൻ്റെ കാലാവധി ഡിസംബറിൽ അവസാനിച്ചതാണ്, അദ്ദേഹത്തെ പുറത്താക്കി എന്ന് ഞങ്ങൾ ഒരിക്കലും പറയില്ല, അങ്ങനെ ഒരു പദം ഫയേർഡ് എന്നുള്ള ഒരു പദം ഞങ്ങൾ ഉപയോഗിക്കുന്നില്ല എന്നാണ് ഹോക്കി ഇന്ത്യ പറയുന്നത്. അതുപോലെ തന്നെ ശ്രീജേഷിനോട് അടുത്ത ഒളിമ്പിക്സിന് വേണ്ടിയുള്ള ഡെവലപ്മെൻ്റൽ ടീമിൻ്റെ ഭാഗമാകാൻ ആവശ്യപ്പെട്ടിരുന്നു, അങ്ങനെ ഒരു ഓഫർ വെച്ചിരുന്നു. പിന്നീട് മറ്റൊരു ശ്രീജേഷിൻ്റെ ആരോപണം ഉണ്ടായിരുന്നത് വിദേശ കോച്ചിനെ കൊണ്ടുവരാനാണ് തന്നെ പുറത്താക്കി എന്നുള്ളതാണ് പ്രധാനമായി അദ്ദേഹം ഉന്നയിച്ചത്. അങ്ങനെ ഒരു ആവശ്യം മുഖ്യ ഹോക്കി ടീമിൻ്റെ കോച്ച് ആവശ്യപ്പെട്ടിട്ടില്ല, അങ്ങനെ ഒരു നിർദ്ദേശം ആരും നൽകിയിട്ടില്ല. ശ്രീജേഷിൻ്റെ ഇങ്ങനെ ഒരു ആരോപണം അടിസ്ഥാനരഹിതമാണെന്നും പറയുന്നു. എന്തായാലും ശ്രീജേഷ് ചുരുങ്ങിയ കാലം കൊണ്ട് തന്നെ കോച്ച് എന്ന രീതിയിലും കളിക്കാരനെ പോലെ തന്നെ കോച്ച് എന്ന നിലയിലും നിരവധി നേട്ടങ്ങൾ രാജ്യത്തിന് സമ്മാനിച്ചതാണ്. അദ്ദേഹത്തെ ഇങ്ങനെ എടുത്തു കളയണമോ എന്നുള്ള ചോദ്യമാണ് ആരാധകർക്ക് ഉയരുന്നത്. ഒരു കാലത്ത് ഹോക്കിയിൽ വലിയ ടീമായിരുന്ന ഇന്ത്യ ഇപ്പോൾ വലിയ തിരിച്ചടികൾ നേരിട്ടുകൊണ്ടിരിക്കുന്ന കാലഘട്ടമാണ്. അവിടെ എന്തെങ്കിലും പ്രതീക്ഷ ചെയ്യാതെ ശ്രീജേഷിനെ പോലെയുള്ള ചില ഒറ്റയാന്മാരാണ്, ശ്രീജേഷിൻ്റെ ഒറ്റയാൾ പ്രകടനങ്ങളാണ് വലിയ രീതിയിൽ ഇന്ത്യക്ക് ഒളിമ്പിക്സിലടക്കം തന്നെ വീണ്ടും ചിരിക്കാനൊക്കെ തന്നെ വക നൽകിയത്. അങ്ങനെയുള്ള ശ്രീജേഷിനെ ഇങ്ങനെ അപമാനിച്ച് പുറത്താക്കണമെന്നുള്ള ഒരു വലിയ രോക്ഷം അല്ലെങ്കിൽ വിമർശനങ്ങളും ഒക്കെ തന്നെ ആരാധകരുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നുണ്ട്. SK. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.